ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേ പേരുടെ റിക്വസ്റ്റ് പ്രകാരം ഞാനിന്ന് ഒരു ചെറിയ വീഡിയോ, അതായത് യൂട്യൂബിൽ നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് AI വീഡിയോസ് നിർമ്മിച്ച് അത് പോസ്റ്റ് ചെയ്യാമെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും ട്രെൻഡ്സ്റ്റോ മൻഫിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിൽ തന്നെ നമുക്കുണ്ട് യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യുക. യൂട്യൂബ് വൺസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഷോർട്സ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്, വീഡിയോ ഉണ്ട്, ലൈവ് ഉണ്ട്, പോസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ടോപ്പിൽ റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന ആ സിമ്പിൾ കണ്ടില്ല, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുണ്ട് നമുക്ക് ക്രിയേറ്റ് വീഡിയോ, ഫോട്ടോ ടു വീഡിയോ, ക്രിയേറ്റ് മ്യൂസിക്. നമുക്കിവിടെ ക്രിയേറ്റ് വീഡിയോയിൽ ഇവിടെ ഓൾറെഡി തന്നെ കുറേ പ്രോംപ്റ്റ് ഓൾറെഡി ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രോംപ്റ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓൺ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് പറയുന്നത്, ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. എ വെരി ബ്യൂട്ടിഫുൾ കേരള വില്ലേജ്, കോസി റെയിൻ, പാഡി ഫീൽഡ്, എ സ്മോൾ ഹൗസ്, ബ്യൂട്ടിഫുൾ ഗാർഡൻ. സോ നമ്മളിപ്പോൾ ഇത് കൊടുത്തു, ഇത്രയും കൊടുത്തിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തു. നമ്മളിപ്പോൾ ക്രിയേറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതൊരു 10 സെക്കൻഡ് വീഡിയോ ആയിരിക്കും. അങ്ങനെ 10 സെക്കൻഡ് പല വീഡിയോസ് നമ്മൾ ചെയ്താണ് ഒരു ഷോർട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അപ് ടു 3 മിനിറ്റ്സ് വരെ നമുക്ക് ഒരു ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നിന്ന് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടാണ് 1 മിനിറ്റിനുള്ളിലാക്കുന്നത്. അപ്പം നമുക്ക് 3 മിനിറ്റ് വരെയുള്ള ഷോർട്സ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതിനകത്ത് ഇരിക്കുമ്പോൾ നല്ല ടൈം എടുക്കും. ഇപ്പോൾ തന്നെ ഈ ഒരു 10 സെക്കൻഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സോ ഇതിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പോൾ നമുക്ക് വന്നേക്കുന്ന ഇതാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ നെറ്റ്വർക്ക് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കണം ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അതുകൂടാതെ നമ്മുടെ സ്ക്രീൻ എപ്പോഴും ഓണിലായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ 30 സെക്കൻഡ് ആയിരിക്കും നമ്മുടെ സ്ക്രീനിൻ്റെ ടൈമിങ് വെച്ചേക്കുന്നത്. സോ അതൊക്കെ ഒരു കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക്, അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ടച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് അത് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കൊടുത്തൊരു ബ്യൂട്ടിഫുൾ വില്ലേജ് അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്കപ്പോൾ അത് കിട്ടി. ഇനിയിപ്പോൾ ഇതിൻ്റെ പിക്ചറിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് എടുക്കാം. കാരണം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് തന്നെയായിരിക്കണം, ഈ ഒരു വീഡിയോയുടെ ഇത് തന്നെയായിരിക്കണം നമുക്ക് കണ്ടിന്യൂഷൻ വരുന്നത്. സോ അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊരു പിക്ചർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അടുത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വൺസ് ഇത് ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിച്ചിട്ട് അപ്പം നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് അവിടുന്ന് വീണ്ടും ബാക്ക് അടിച്ചിട്ട് വീഡിയോ അടിക്കുക. അങ്ങനെ ആകുമ്പോൾ വീണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ പ്രോംപ്റ്റിലേക്ക് തന്നെ പോകും. മദർ, കേരള വില്ലേജ് മദർ കുക്കിംഗ് ഇൻ ദ കിച്ചൺ. നെക്സ്റ്റ്, ഫാദർ റീഡിങ് ന്യൂസ് പേപ്പർ ഇൻ ദ വരാന്ത. നമ്മൾ കൊടുത്തു. സോ അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും കൂടെ ക്രിയേറ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഒരു ഔട്ട് കിട്ടും.
ഇതേപോലെ കുറേ പ്രോംപ്റ്റ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടീനേജ്, പിന്നെ അതേപോലെ ചിൽഡ്രൻ, അങ്ങനെയുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജുകളൊന്നും ക്രിയേറ്റ് ആകത്തില്ല. അത് യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, എന്നാൽ കണ്ടാൽ നമുക്ക് റിയലായിട്ട് തോന്നുന്ന രീതിയിൽ, അതായത് കാർട്ടൂണിക് ഇമേജ് ആയിട്ട് പോകുന്നതായിരിക്കും കൂടുതലും ബെറ്റർ. ഇങ്ങനെയുള്ളതും ക്രിയേറ്റ് ചെയ്യുമ്പം ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ, ഒരു 30 എബോവ് ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ ഫിഗർ ക്രിയേറ്റ് ചെയ്യാൻ ഇത് പറ്റും. അപ്പം അതാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ ഇപ്പോൾ ക്രിയേറ്റ് ആകുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ കൊടുത്തതാണ് ഒരു വില്ലേജ്, റെയിൻ സീസണാണ്, ബ്യൂട്ടിഫുൾ ഒരു ചെറിയൊരു ഹൗസ്. അപ്പോൾ അത് കൊടുത്തു. മദർ കിച്ചൺ, ഫാദർ അവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും ബാക്ക് അടിക്കുന്നു. എന്നിട്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നു. കേരള വില്ലേജ് മദറിന് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ബ്രിട്ടീഷുകാരെ പോലെ ക്രിയേറ്റ് ചെയ്ത് തരും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നതാണ്. നമ്മളെപ്പോഴും ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്ന കാര്യം പറഞ്ഞില്ല. ഇപ്പം ഞാൻ ചിലപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പം ആ സെയിം ലേഡിയും സെയിം പിന്നെ ആ പുരുഷനെയും കാണിക്കണമെന്നില്ല. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സീൻ ക്രിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ സ്ക്രീൻഷോട്ട് വെച്ചാൽ, കാരണം അപ്പോൾ അതേ സെയിം പേഴ്സൺ തന്നെയായിരിക്കും നമുക്ക് വീഡിയോയ്ക്കകത്ത് വരുന്നത്. സോ അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും ആ സെയിം പേഴ്സണെ തന്നെ ആയിരിക്കണം. ഒരു വീഡിയോയുടെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ തന്നെ, ഒരു കണ്ടിന്യൂറ്റിയും തോന്നിക്കണമെങ്കിൽ ആ പേഴ്സൺ തന്നെ ആവണം. നമുക്ക് പല പല പേഴ്സണായി പറ്റത്തില്ല ഒരു വീഡിയോ ചെയ്യുമ്പോൾ. സോ അപ്പോൾ നമ്മൾ ആ പേഴ്സണിന് വരുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തിട്ട് പ്രോംപ്റ്റ് കൊടുക്കുക. സോ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സെയിം പേഴ്സൺ തന്നെ കിട്ടും. ഇപ്പം ഞാൻ ആ പേഴ്സണെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല. കൊടുത്തുള്ളൂ, നമുക്ക് നോക്കാം. ഇന്നും നല്ല മഴയാണ്. ഇങ്ങനെ പോയാൽ മുറ്റം മൊത്തം വെള്ളത്തിലാവും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെ വരുന്നതെന്ന് മനസ്സിലാവും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് വീഡിയോസ് ഫോട്ടോ, മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ ഇതിൻ്റെ ഇൻഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ പറയുക. വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഞാനത് ഇന്നും നല്ല മഴയാണ്. വീഡിയോയിലായിട്ട് നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ പോയാൽ മുറ്റം മൊത്തം വെള്ളത്തിലാവും. വീണ്ടും കാണുന്നത്. ബൈ.